എങ്ങനെയാണ് ഒരു ചാനൽ ചർച്ചയിൽ അസഹിഷ്ണുതയുടെ ആൾരൂപമായിട്ടുള്ള സ്മൃതീശനെ മൂക്കുകയറിടേണ്ടത് എന്നത് ഇന്നലത്തെ ചാനൽ ചർച്ചയിൽ പുതിയ കാലത്തെ SFIയുടെ പിള്ളേർ തെളിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പതിവിന് വിപരീതമായി SFI സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സഞ്ജീവാണ് ചാനൽ ചർച്ചയ്ക്ക് പോയത്. സാധാരണഗതിയിൽ മാന്യമായി പെരുമാറുന്നത് എന്തോ ദൗർബല്യമായിട്ടാണ് സ്മൃതീശന് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചർച്ചകളിൽ ഇടതുപക്ഷക്കാർ സംസാരിക്കാൻ തുടങ്ങുന്ന സന്ദർഭം മുതൽ അവരുടെ ചൊറിച്ചിൽ ചോദ്യങ്ങൾ ആരംഭിച്ചു തുടങ്ങും. ആ ചൊറിച്ചിൽ ചോദ്യങ്ങളിലൂടെ സത്യാവസ്ഥയൊന്നും സംസാരിക്കാൻ അനുവദിക്കരുത്, അവർ കൊണ്ടിരുത്തിയ ഭജനക്കാരെല്ലാം കൂടി പറഞ്ഞു വെച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ പൊട്ടത്തരങ്ങൾ ജനങ്ങൾ കേട്ടാൽ മതി, അതിനപ്പുറത്തേക്ക് വസ്തുതകളൊന്നുമേ ജനങ്ങളിലേക്ക് എത്തരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സ്മൃതീശൻ ഇരുന്ന് ചോദ്യങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചു കൊണ്ടേയിരിക്കും, മറുപടി പറയാൻ അനുവദിക്കാത്തൊരവസ്ഥ. അവിടെയാണ് എങ്ങനെയാണ് ആ രോഗത്തിന് മരുന്ന് കൊടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് പുതിയ കാലഘട്ടത്തിന്റെ പ്രതീകങ്ങളായിട്ടുള്ള SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് കൃത്യമായിട്ടുള്ളൊരു മാതൃക കാട്ടിയതും. അതായത് സാധാരണഗതിയിൽ നമ്മൾ സഹിഷ്ണുതയോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും ഇതെന്താണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിനൊന്നും ഒരു കൂസലില്ലാതെ, അസാധാരണ കോൺഗ്രസ്സുകാരുടെ നിലവാരത്തിൽ ഉളുപ്പില്ലാതെ ആ വിഷയത്തിലെല്ലാം സതീശനെ പോലെ ഹുങ്കുകൊണ്ട് നേരിട്ടിരുന്ന വ്യക്തിയാണ്. പക്ഷെ ട്രാക്ക് ഒന്ന് മാറ്റിപ്പിടിച്ച തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതേ നോക്കിയേ. ഈ പ്രതികരണങ്ങൾ ഇങ്ങനെ വരുമ്പോൾ സഞ്ജീവ്, പ്രതികരണങ്ങൾ മാത്രമായി അത് നിൽക്കുകയെന്നും അക്രമങ്ങൾ ഞങ്ങൾ നടത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുക? ചേർന്ന് പോകുന്നില്ല. അയ്യോ, ഇത് വാരിക്കുന്തം ഓഫീസ് വെച്ച കാര്യമാണല്ലോ പറഞ്ഞത്. ഇതിപ്പോ എന്നെ സൂം ചെയ്യുമെങ്കിൽ ഇത് കോൺഗ്രസിന്റെ നിങ്ങൾ ഈ പറഞ്ഞ സ്ഥലത്ത് നടന്നിട്ടുള്ള പ്രകടനമാണ്. എവിടെ? എന്താ വിളിച്ചെന്നറിയോ? ഏത് മോന്റെ മോനായാലും, ഇത് ഈ പറഞ്ഞ സ്ഥലം തോടന്നൂരിൽ, നിങ്ങൾ ഈ പറഞ്ഞ സ്ഥലത്ത് ഏത് മോന്റെ മോനായാലും ചുവന്ന കൊടിയിൽ പൊതിഞ്ഞു കെട്ടി പിണറായിക്ക് പാസലയക്കും. അങ്ങ് കേൾക്കില്ല, അങ്ങ് ചർച്ചയിൽ അല്ലേ? കോൺഗ്രസിന്റെ പ്രതിനിധിയും മാഷും സജീവേട്ടനും ഒക്കെ സംസാരിക്കുമ്പോ ഒന്നും മിണ്ടാത്ത അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഞാൻ വെച്ചു അങ്ങ് ചായ കുടിക്കാൻ പോയി സ്റ്റുഡിയോ നിന്ന് ഇറങ്ങിയിട്ട്. ഇത്ര നേരം അങ്ങനെ ശബ്ദം കേട്ടില്ല, നിങ്ങളെ ശബ്ദം കേട്ടില്ല. ഇപ്പൊ എന്നെ ഇടപെട്ടാൽ നിങ്ങൾക്ക് തുടങ്ങാണല്ലേ? ഇതേ തോടന്നൂരിൽ ഇവരെ കൊണ്ടൊക്കെ നിങ്ങൾ പ്രസംഗിപ്പിച്ചില്ലേ? എന്റെ പോയിന്റ് മേഡ് ചെയ്യാൻ സമ്മതിക്കൂ. ഇപ്പൊ തോടന്നൂരിൽ ഇന്ന് വൈകിട്ട് നടത്തിയ പ്രസംഗം പിണറായിക്ക് പാഴ്സലയക്കും. എന്നെ സമ്മതിക്കൂ, എന്നെ സമ്മതിക്കൂ. ഇന്ന് വൈകിട്ട് നടത്തിയതാണ്. അപ്പൊ എന്താ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പറയൂ. ഞാൻ റോജിയോട് ചോദിക്കും. അത് ശരി, സഞ്ജീവിനോട് ചോദിക്കുകയാണ് ചോദിക്കും. ബാക്കി ഞാൻ റോജിയോടാണ് ചോദിക്കുക. എന്നോട് ചോദിക്കുന്നത്